വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മത്തി തേങ്ങ അരച്ച കറിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണുമല്ലോ. അപ്പോൾ ഇത് തനി നാടൻ രീതിയിലാണ്, ചട്ടിയിലാണ്, വിറകടുപ്പിൽ വേവിച്ച് വെച്ച കറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ കുറച്ച് മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ നമുക്കിന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. തലയടക്കാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇണറും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും കേട്ടോ, നല്ല അടിപൊളി. അപ്പോൾ കറി വെക്കുമ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തലയടക്കം കഴിക്കുന്നവർക്ക് ഇത് അടിപൊളിയായിട്ട് കഴിക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാനെല്ലാം കട്ട് ചെയ്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1-1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനാവശ്യത്തിന് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അധികം എരിവ് ഇഷ്ടമല്ല, അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. പിന്നെ 2 പച്ചമുളക് ഇട്ടത് കാരണം എരിവുണ്ടാവും. മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ല എരിവ്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുന്നത്. മത്തി ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈമൊക്കെ ഉള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തേങ്ങയും കുറച്ച് ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ അരച്ചിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങാച്ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ അടുപ്പിൽ വേവിച്ച കറിക്കും പായസത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് തിളക്കുന്നുണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പിൽ കുറച്ച് ഉള്ളി മുറിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് വഴറ്റാൻ വെക്കാം. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കാം. അപ്പോൾ ഇനി വഴറ്റിയ ഉള്ളിയിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ഭയങ്കര കളറാണ്. അപ്പോൾ ആ ടൈമിൽ കിട്ടുന്ന കളറുണ്ടല്ലോ, സാധാ മൊളീഷ്യൻ്റെ കളറ് വരും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല എരിവുണ്ടാവില്ല. ഇതെൻ്റെത് കുറച്ച് എരിവില്ല മുളക് പൊടിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് എരിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ അധികം വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് ചാറും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയൊന്നും മീൻകറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചുണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ വിറകടുപ്പിലും കൂടെ ആകുമ്പോൾ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്, പറയാതെ വയ്യ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.